കൊച്ചിൻ ബിനാലെ 2025-26 ഭാഗമായി സംസ്ഥാന പുരാരേഖ വകുപ്പ് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വൈക്കത്ത് വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി വൈക്കം സത്യാഗ്രഹ സ്മാരക മ്യൂസിയം ഹാളിൽ സംഘടിപ്പിച്ച ചരിത്ര പ്രദർശനങ്ങൾ CK ആശ MLA ഉദ്ഘാടനം ചെയ്തു. വൈക്കത്തിന് വേണ്ടി അനുവദിക്കുമ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും കുറച്ച് ഫണ്ടുണ്ട്. മുനിസിപ്പാലിറ്റി അതിന് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം കൂടി വിട്ടുതന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊരു മ്യൂസിയം ഇവിടെ തയ്യാറാക്കാൻ സാധിച്ചത്. ആ മ്യൂസിയത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ നാൾവഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു അറ്റം മുതൽ ഈ സത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും സന്ദർശിച്ചിറങ്ങുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഏടുകളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഗാന്ധിജി എന്ന മഹാനായ ഒരു മാതൃകാ പുരുഷന്റെ അല്ലെങ്കിൽ പുരുഷോത്തമന്റെ മഹാത്മാഗാന്ധിയുടെ വിവിധ കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളും ചരിത്രവും പ്രദർശനത്തിലൂടെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഫെബ്രുവരി 6 വരെയാണ് പ്രദർശനം. അൻവർ അലിയുടെ ഗാന്ധി തൊടൽമാല എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും എക്സിബിഷന്റെ ഭാഗമായി നടന്നു. വൈക്കം നഗരസഭ അധ്യക്ഷൻ അബ്ദുൾ സലാം റാവുത്തർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പുരാരേഖ വകുപ്പ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന S. പാർവതി, വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സൂപ്രണ്ട് A. മഞ്ജു, മ്യൂസിയം സൗഹൃദ സമിതി അംഗങ്ങളായ MK രവീന്ദ്രൻ, MD ബാബുരാജ്, KC ദീപ, F. ജോൺ, സിൽവി തോമസ്, S. സുകേഷ്, ആല ബദൽ, വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം പ്രതിനിധി മനോജ് ജോസ് എന്നിവർ പങ്കെടുത്തു. സമാപന സമ്മേളനം ഫെബ്രുവരി 6 രാവിലെ 10:30 രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. i4 ന്യൂസ്, വൈക്കം.